തിരുനാവായ പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ വെച്ച് പ്രാപ്തി എന്ന പേരിൽ ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അധ്യക്ഷൻ MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ഉപാധ്യക്ഷ ഹന്നത്ത് എടശ്ശേരി അധ്യക്ഷയായി. മെമ്പർമാരായ ലത്തീഫ് പള്ളത്ത്, ആയപ്പള്ളി ഷംസുദ്ദീൻ, രതീഷ്, തിരൂർ ബ്ലോക്ക് കുടുംബശ്രീ കോർഡിനേറ്റർ സലീം എന്നിവർ ആശംസകൾ അറിയിച്ചു. ബഡ്സ് സ്കൂൾ PTA ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും മെമ്പർമാരെയും ബഡ്സ് സ്കൂൾ സമ്മാനം നൽകി ആദരിച്ചു. കുട്ടികളുണ്ടാക്കിയ ഉൽപ്പന്നത്തിൽ നിന്നും ലഭിച്ച ലാഭത്തിന്റെ വിഹിതം കുട്ടികൾ കൈമാറി. തിരുനാവായ പഞ്ചായത്ത് VEO ബാബുമോൻ, ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബാലകൃഷ്ണൻ എന്നിവർ ക്യാമ്പിൽ പരിശീലനം നടത്തി. ന്യൂസ് ബ്യൂറോ, തിരൂർ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.